Good afternoon, all. Good afternoon, ma'am. Good afternoon. Okay, good afternoon, all. So, നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത് വായിച്ചു നോക്കി കാണാം. ശരിയോ? Good afternoon, ma'am. Okay, പുതിയ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ആണോ? ഓക്കെ, നമ്മൾ എവിടെ വരെ എടുത്ത് നിർത്തിയത്? നോക്കുന്നുണ്ടോ? എവിടെ വരെ എടുത്ത് നിർത്തിയെന്ന? Critical need for hospital facilities maintenance. Critical need for hospital facility maintenance. അതിന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ ജസ്റ്റ് പറഞ്ഞു നിർത്തി അല്ലേ? ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്താണ് ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി അല്ലെ? അവിടെ തീർച്ചയായിട്ടും നമുക്ക് അറിയാം, ഒരു ഹോസ്പിറ്റലിന് നല്ല നല്ല ഫെസിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് പേഷ്യൻസ് വരാൻ സാധ്യതയുള്ളൂ. പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിലാണ് ആ ഒരു ഹോസ്പിറ്റലിന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ തന്നെ നടത്തി പോകേണ്ടത് ആവശ്യമാണ് അല്ലെ? അതിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞു ക്രിട്ടിക്കൽ നീഡ് ഫോർ ഹോസ്പിറ്റൽ ഫെസിലിറ്റി മെയിൻ്റെനൻസ്. അതിന് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ഫ്യൂച്ചറിൽ നല്ലൊരു പ്ലാനിങ് ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലെ? അങ്ങനെ ഒരു നല്ലൊരു പ്ലാൻ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും സമയാസമയത്തിന് തന്നെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് ഇൻസ്പെക്ടിങ് നടത്തി റിപ്പയറിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അല്ലെ നല്ല രീതിയിൽ ആ ഒരു ഏത് തരത്തിലുള്ള അസറ്റ് ആണെങ്കിലും അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും എന്നുള്ളത് പറഞ്ഞു. അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ടീം കറക്റ്റ് ആയിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കണമെന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കമേഴ്ഷ്യൽ ആപ്ലിക്കൻസ് ഇൻവോൾവ് ഇൻ ഹോസ്പിറ്റൽ മെയിൻ്റെനൻസ് ഓഫ് ഇൻക്ലൂഡ് അല്ലെ? അവിടെ പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് എന്താണ് പ്രധാനമായിട്ടും വരുന്നത് എന്നുള്ള കാര്യം നോക്കാം. അതായത് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഹോസ്പിറ്റലിൽ ഇങ്ങനെ എപ്പോഴും കറക്റ്റ് ആയിട്ട് എത്തരത്തിലുള്ള മെയിൻ്റെനൻസ് കാര്യങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് ജസ്റ്റ് നോക്കാം. എന്താണ് അവിടെ പ്രധാനമായിട്ടും പറയുന്നത്? കണ്ടൻസേഴ്സ് അല്ലെ? അതായത് ബാഷ്പീകരണ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ജനറേറ്റേഴ്സ് അല്ലെ? കൃത്യമായിട്ടും ഇലക്ട്രിക്കിന്റെ പവറോട് കൂടിയിട്ടായിരിക്കും ഹോസ്പിറ്റലിൽ മൂവ് ചെയ്യുന്നത്. സോ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള അതിന്റെ സാന്നിധ്യത്തിലെ ജനറേറ്റേഴ്സ് വർക്കിംഗ് കണ്ടീഷനിലായിരിക്കണം. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ജനറേറ്റേഴ്സ് വർക്കിംഗ് കണ്ടീഷൻ ആവുന്നത്. ദെൻ കംപ്രസേഴ്സ് അല്ലെ? കംപ്രസേഴ്സും മെഷീനറി മെഡിക്കൽ ഡിവൈസസ് റിസർച്ച് എക്യുപ്മെന്റ് പോലെ ഓരോന്നും പേടിക്കേണ്ടതില്ല. അതായത് നമ്മൾക്ക് ആ ഹോസ്പിറ്റലിൽ ഉപയോഗസമൃദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ എപ്പോഴും നമുക്കറിയാം ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ട്. ഇലക്ട്രിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ടായിരിക്കും, ജനറേറ്ററുകൾ ഉണ്ട്, കണ്ടൻസേഴ്സ് ഉണ്ട് അല്ലെ? അവിടെ റിസർച്ച് ചെയ്യുന്നത് നമുക്കറിയാം ഹോസ്പിറ്റലിലെ ലാബിലും കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും റിസർച്ച് കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നത്. അവിടെ റിസർച്ച് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ബോയിലേഴ്സ്, എയർ കണ്ടീഷൻ എക്യുപ്മെന്റ്സ്, ഡീസൽ എഞ്ചിൻസ്, ടർബൈൻസ്, പമ്പ്സ് അല്ലെ? അവിടെ ഹോസ്പിറ്റലിലെ ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെ ഒരു നിശ്ചിതമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളെല്ലാം തന്നെ അതിൽ കൃത്യമായിട്ട് തന്നെ ക്രോഡീകരിച്ചിട്ട് അവിടെ കൃത്യമായിട്ട് തന്നെ ഓരോ എന്തെങ്കിലും എക്യുപ്മെന്റ്സുകളൊക്കെ കംപ്ലൈന്റ് വരുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് തന്നെ വാച്ച് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അത് ഇൻസ്പെക്ഷൻ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം അല്ലെ? അത് അങ്ങനെ നടത്തുന്നില്ല എങ്കിൽ കേടുപാടുകൾ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതല്ലെങ്കിൽ നേരത്തെ കൂട്ടി അതിന്റെ അറേഞ്ച്മെന്റ്സ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരും. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് അന്വേഷിച്ച് അല്ലെ നിലനിർത്തി കൊണ്ടുപോകേണ്ടതാണ്. ഹെൽത്ത് കെയർ ഫെസിലിറ്റി മെയിൻ്റെനൻസ് ഓൾസോ encapsulates the space within your buildings like patient rooms, hallways, then parking lots and more. അതായത് നമുക്കറിയാം ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബിൽഡിംഗ് സൗകര്യം അവിടെ പേഷ്യൻസിനായിട്ടൊക്കെ അവൈലബിൾ ആകണം അല്ലെ? അവിടെ പേഷ്യൻസിന് ഓരോ റൂമുകളൊക്കെ പ്രദാനം ചെയ്യുന്നുണ്ട്. മികച്ച സ്പേസോട് കൂടിയിട്ടൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും അവര് ലഭ്യമാക്കി കൊടുക്കുന്നത്. സോ അതെല്ലാം തന്നെ കൃത്യമായിട്ട് അല്ലെ പാർക്കിംഗ് ലോട്ട്സ് അല്ലെ എവിടെയെങ്കിലും കംപ്ലൈന്റ് ഹോസ്പിറ്റലിനകത്ത് അല്ലെ ആ ഒരു പേഷ്യൻസിന് അവൈലബിൾ ആയിട്ടുള്ള സൗകര്യങ്ങളിൽ എവിടെയെങ്കിലും അപാകതകൾ ഉണ്ടോ എന്നുള്ളത്
നമ്മളെപ്പോഴും അന്വേഷിച്ച് അല്ലെ മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് അറിയാൻ മാത്രമേ ഉള്ള കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് താഴേക്ക് പോകാം. Any time hospital patient has have a broken TV or the Joint Commission TJC is coming for an inspection, you can feel confident in your hospital building maintenance. Okay, നമുക്കറിയാം ഏതൊരു സ്ഥാപനമാണെങ്കിലും അത് നല്ല രീതിയിലാണോ മുന്നോട്ട് പോകണമെന്ന് ഒരു ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ വരും അല്ലെ. അത് സ്കൂളാണെങ്കിലും ഹോസ്പിറ്റൽ ആണെങ്കിലും ഒക്കെ അങ്ങനെ ഒരു ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അങ്ങനെ അവര് ടെസ്റ്റിംഗ് കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ ഇൻസ്പെക്ഷന് വരുമ്പോൾ തീർച്ചയായിട്ടും കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നമുക്കറിയാം നല്ല കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പക്ക ഡീസന്റ് ആയിട്ട് അല്ലെ ഒരു കേടുപാടുകളൊന്നും ഇല്ലാതെ തന്നെ കറക്റ്റ് ആയിട്ട് പോകേണ്ടത് ആവശ്യമാണ് അല്ലെ. ഇപ്പൊ പ്രത്യേകിച്ച് മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ പരിഹരിച്ച് പോകേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമാണ് കോൺഫിഡന്റ് ആയിട്ട് തന്നെ ആ ഹോസ്പിറ്റലിലുള്ളവർക്ക് അധികാരികൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്താണ് ആരാണ് അല്ലെ ഒരു ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വരുന്നത് ആരായിരിക്കും, ആരാണ് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ജോയിന്റ് കമ്മീഷൻ അല്ലെ. അവിടെ പറയുന്നുണ്ട് ജോയിന്റ് കമ്മീഷൻ TJC അല്ലെ. ജോയിന്റ് ടി ക്യാപിറ്റൽ ലെറ്റർ ആണ്, ക്യാപിറ്റൽ ലെറ്റർ ആണോ യൂസ് ചെയ്തിരിക്കുന്നത്? ജോയിന്റ് കമ്മീഷൻ. അവിടെ അത്തരത്തിലുള്ള വ്യക്തികളാണ് അവിടെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വരുന്നത്. സോ അത് കൃത്യമായിട്ട് ഇൻസ്പെക്ഷന് നടപ്പാക്കുമ്പോൾ മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം പക്ക ഡീസന്റ് ആയിട്ട് പോവുകയാണെങ്കിലാണ് പ്രശ്നമൊന്നുമില്ലാതെ അധികാരികൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കി വയ്ക്കുക. അതിനനുസരിച്ചിട്ട് നമ്മുടെ എക്യുപ്മെന്റ്സും എല്ലാ കാര്യങ്ങളും അല്ലെ എല്ലാം കൃത്യമായിട്ട് തന്നെ അവിടെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. However, an effective hospital building maintenance program is a complex and often take months of troubleshooting and testing. Okay, നമുക്കറിയാം ഈ പറയുന്നതൊക്കെ എളുപ്പമാണ്, പക്ഷെ ഈ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് വലിയൊരു അല്ലെ സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണ്. കാരണം വലിയ വലിയ ബിൽഡിംഗ് ആയതുകൊണ്ട് വിവിധ ഡിപ്പാർട്ട്മെന്റുകളും വിവിധ റൂമുകളും അല്ലെ എല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എവിടെയൊക്കെയാണ് ഈ ഒരു മെയിൻ്റെനൻസ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിയാൽ മാത്രമാണ് അതൊക്കെ പരിഹരിച്ചു പോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ഇൻസ്പെക്ഷന് വരുന്നവര് എവിടെയാണ് ഇൻസ്പെക്ഷൻ നടത്തുന്നതെന്ന് നമുക്കറിയില്ല. ഇൻസ്പെക്ഷൻ വരുന്ന ടൈമില് തീർച്ചയായിട്ടും അവിടെ ആ ഒരു പ്രോപ്പർ പ്ലേസിലൊക്കെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് അറിയാം ഇതൊരു വലിയൊരു ടാസ്ക് ആണ്. കാരണം ഒരു സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയൊരു റിസ്ക് പിടിച്ച കാര്യമാണ്. നമുക്ക് ആ ഹോസ്പിറ്റൽ മെയിൻ്റെനൻസ് ബെസ്റ്റ് പ്രാക്ടീസ്, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രാക്ടീസിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഓക്കെ, ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിന്റെ ഒരു കണ്ടിന്യൂവേഷൻ, ചെറിയൊരു കണ്ടിന്യൂവേഷൻ ആണ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് പുതിയതായിട്ട് നോക്കാനുള്ളതിലേക്ക് നോക്കാം. ഹോസ്പിറ്റൽ മെയിൻ്റെനൻസ് ബെസ്റ്റ് പ്രാക്ടീസ്, അതായത് ഈ മെയിൻ്റെനൻസ് ഒക്കെ എങ്ങനെ നല്ല രീതിയിൽ അല്ലെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നാണ്. Medical equipment can be very expensive. However, well-managed medical assets can remain functional for upward of 2 decades. Okay, നമുക്കറിയാം പതിറ്റാണ്ടുകളായിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ എക്യുപ്മെന്റ്സുകളും സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. It should make a perfect sense to do everything you can to protect that investment and keep it running for a long time. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ബിസിനസ്, ഏതൊരു ബിസിനസ് ആണെങ്കിലും അല്ലെ അവിടെ ലോങ് ടൈമിലേക്ക് വേണ്ടിയിട്ടായിരിക്കും അവിടെ ഫ്യൂച്ചറിലേക്ക് കൂടി കരുതിയിട്ടായിരിക്കും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അവിടെ നേരത്തെ കൂട്ടിയുള്ള എക്യുപ്മെന്റ്സ്, അതായത് നല്ല കാലപ്പഴക്കമുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവാം. തീർച്ചയായിട്ടും അത് ചെലവേറിയ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ വളരെയധികം സംരക്ഷണം അതിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഭാവിയിലേക്കും ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രൊട്ടക്ട് ചെയ്താലാണ് അത് യൂസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നോക്കാം പ്രൊയാക്റ്റീവ് മെയിൻ്റെനൻസ് മാനേജ്മെന്റ് മെഷർ. അവിടെ ഫസ്റ്റ്ലി നമ്മൾക്ക് പറയുന്നത്, അതായത് ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ അല്ലെ ഈ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോകേണ്ടതും, അതായത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന പലപ്പോഴുള്ള വ്യത്യസ്തമായിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതുണ്ട്. അതിന് ഫസ്റ്റ് രീതി അപ്ലൈ ചെയ്യുന്നത് പ്രൊയാക്റ്റീവ് മെയിൻ്റെനൻസ് മാനേജ്മെന്റ് മെഷേഴ്സ് ആണ്.
എന്താണ് പ്രൊയാക്റ്റീവ് മാനേജ്മെന്റ്, പ്രൊയാക്റ്റീവ് മെയിൻ്റെനൻസ് മാനേജ്മെന്റ് മെഷർ എന്ന് പറയുന്നത്? അതായത് നല്ലൊരു അറ്റകുറ്റപ്പണി മെഷർമെന്റ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവാന്നാണ് ഉദ്ദേശിക്കുന്നത്. യു ഡു നോട്ട് ഹാവ് ദ luxury of waiting for equipment to break down before scheduling maintenance work. Okay, തീർച്ചയായിട്ടും നമുക്ക് ഒരു സജീവമായിട്ടുള്ള ഒരു മെയിൻ്റെനൻസ് മാനേജ്മെന്റ് മെഷർമെന്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ അതിലുണ്ടാവും. അതായത് അല്ലെ തീർത്തും പ്രധാനമെന്ന് പറയുന്നത് വെയിറ്റിംഗ് ഫോർ എക്യുപ്മെന്റ് ടു ബ്രേക്ക് ഡൗൺ ബിഫോർ ഷെഡ്യൂളിംഗ് മെയിൻ്റെനൻസ് വർക്ക്. ഒരു എക്യുപ്മെന്റ് അതിങ്ങനെ തീർത്തും ബ്രേക്ക് ഡൗൺ ആവുന്നവരേക്കും വെയിറ്റ് ചെയ്യാതെ അല്ലെ വെയിറ്റിംഗ് ചെയ്യാതെ ഒരു വലിയ വലിയ എക്യുപ്മെന്റ് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണെങ്കിലും അതങ്ങ് ഏറ്റവും അല്ലെ നമ്മൾക്ക് മോശമായ ഒരു അവസ്ഥയിൽ കേടുവരുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ചെറിയ ചെറിയ കംപ്ലൈന്റ് അല്ലെ നമുക്കറിയാം എക്യുപ്മെന്റ് ഒക്കെ ആണെങ്കിലും നമ്മുടെ വീടുകളിൽ തന്നെയാണെങ്കിലും ചെറിയ ചെറിയ എക്യുപ്മെന്റ്സിനൊക്കെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ മെയിൻ്റെനൻസ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവുമോ? വലിയ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. അതിന് ചെറിയൊരു കംപ്ലൈന്റ് കാണുമ്പോൾ തന്നെ നമ്മളത് പരിഹരിച്ചു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? കൂടുതൽ എക്സ്പെൻസീവ് ആവോ അല്ലെങ്കിൽ കുറച്ച് എക്സ്പെൻസ് വേണ്ടി വരുള്ളൂ അത് പരിഹരിക്കാൻ? ചെലവ് കൂടുവോ? ചെറിയൊരു ലക്ഷണം കാണുമ്പോൾ തന്നെ പരിഹരിച്ചാല് നമുക്കൊരു സാധാരണ രീതിയിലല്ലേ ഞാൻ ചോദിച്ചത്. അതായത് ഒരു എക്യുപ്മെന്റ് വലിയൊരു എക്യുപ്മെന്റ് ആ എക്യുപ്മെന്റ് ചെറിയൊരു ട്രബിൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നുമ്പോ തന്നെ നമ്മൾ അത് പരിഹരിക്കുകയാണെങ്കിൽ ഓക്കെ എക്സ്പെൻസീവ് കുറയും അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്കറിയാം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ്. സോ അതിന്റെ പ്രത്യേകത വെയിറ്റിംഗ് ഫോർ എക്യുപ്മെന്റ് ടു ബ്രേക്ക് ഡൗൺ ബിഫോർ ഷെഡ്യൂളിംഗ് മെയിൻ്റെനൻസ് വർക്ക്. അത് പൂർണ്ണമായിട്ടും ബ്രേക്ക് ഡൗൺ ആവുന്നതിന് മുമ്പ് തന്നെ ഓക്കെ എക്സ്പെൻസ് ലെസ് ആയിരിക്കും അല്ലെ. പൂർണ്ണമായിട്ട് അത് ബ്രേക്ക് ഡൗൺ ആവുന്നതിന് മുമ്പ് തന്നെ അതിന് ഷെഡ്യൂൾ ചെയ്യുക മെയിൻ്റെനൻസ് കാര്യങ്ങൾക്ക് അല്ലെ. ഒരു ചെറിയ റിപ്പയർമെന്റ്സ് ഒക്കെ നടത്തി കൊടുക്കാനുള്ള രീതിയിലേക്ക് അതിനെ ഷെഡ്യൂൾ ചെയ്ത് കൊണ്ടുവരണം. You need to take the initiative if the budget is tight to focus on a preventive maintenance. ഓക്കെ അപ്പൊ നമുക്കറിയാം അത് ഇനിഷ്യേറ്റീവ് ആയിട്ട് എടുക്കുക. ചെറിയൊരു കംപ്ലൈന്റ് ആണ് എങ്കിലും അത് പരിഹരിച്ചു പോകുന്ന രീതിയിലേക്ക് ഇനിഷ്യേറ്റീവ് ആയിട്ട് എടുക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ബഡ്ജറ്റ് ടൈറ്റ് അല്ലെ. അതിന് വേണ്ടിയിട്ട് നീക്കി വയ്ക്കുന്ന ഫണ്ട് നമുക്കൊന്ന് കുറച്ച് ആനുപാതികമായിട്ട് കുറഞ്ഞ രീതിയിൽ ചെലവഴിക്കാനായിട്ട് സാധിക്കും. If you have some cash to spend, consider investing in a predictive technology. ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അല്ലെ നേരത്തെ കൂട്ടി അറിയാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് ഫണ്ട് ചെലവഴിച്ചിട്ട് അതിനൊക്കെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ മെയിൻ്റെനൻസ് ഒക്കെ വളരെ നേരത്തെ പരിഹരിക്കാനൊക്കെ സാധിക്കും. നമുക്ക് ഫുൾ കേടാവുന്നവരേക്കും വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയൊന്നും വരില്ല. അതുകൊണ്ടാണ് പറയുന്നത് if you have some cash to spend, consider investing in a predictive technology. മുൻകൂട്ടി അറിയാനായിട്ടുള്ള ഒരു ടെക്നോളജി അതിനെ മനസ്സിലാക്കിയെടുക്കുക അല്ലെ. നമുക്കറിയാം വലിയ വലിയ എക്യുപ്മെന്റ്സ് ആണെങ്കിൽ അതിന്റെ ആ ഒരു സൗണ്ടിങ് സിസ്റ്റങ്ങൾ അല്ലെ നമ്മുടെ ഒരു അലാംസ് ഒക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആ സൗണ്ട് അനുസരിച്ചിട്ട് ഒക്കെ എന്തൊക്കെയോ കംപ്ലൈന്റ് വരുന്നുണ്ട് അല്ലെ. അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതനുസരിച്ചിട്ട് കേടുപാടുകളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് പാരഗ്രാഫിൽ നോക്കാം. കൺസിഡർ ദിസ്. What if we told you that instead of your surgeon facing the unpleasant surprise of a faulty anesthesia machine just a minute before a surgical procedure, it's possible for the machine to have warned your maintenance team days or a week before the surgery that it need repair. ഓക്കെ നമുക്കറിയാം ഇത് പ്രധാനമായിട്ടും ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ അതിപ്രധാനമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെയാണ് അല്ലെ. അപ്പൊ ഒരു അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട മെഷീൻ അത് ജസ്റ്റ് ആ ഒരു പേഷ്യന്റിന്റെ സർജിക്കൽ പ്രൊസീജിയറിന് മുമ്പ് ആണ് അറിയണമെങ്കിൽ നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. അവർക്കത് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പൊ സോ അതിനനുസരിച്ചിട്ട് മെഷീൻ നേരത്തെ കൂട്ടി വാൺ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ റിപ്പയറേഴ്സിനൊക്കെ അറിയിക്കുകയാണെങ്കിൽ അത് പരിഹരിച്ചു പോകാനും സാധിക്കും. ഇപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് അതിന്റെ എക്സ്പെൻസ് ലഘൂകരിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അല്ലെ നമ്മളെ അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ലാതെ ട്രബിളൊന്നും ഇല്ലാതെ നല്ല ഫുൾ അല്ലെ എക്യുപ്മെന്റ് വർക്കിംഗ് കണ്ടീഷനിൽ തന്നെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ചെയ്യേണ്ടത് എന്താണ്?
പ്രധാനമായിട്ടും പ്രഡിക്റ്റീവ് ആയിട്ടുള്ള അല്ലെ ഒരു മുന്നറിയിപ്പ് തരുന്ന ടെക്നോളജി അവിടെ ഉപയോഗിക്കണം. വലിയ വലിയ എക്യുപ്മെന്റ്സിലെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിലൊക്കെ വാണിംഗ് കേടാകുന്നു എന്നതുമായി ബന്ധപ്പെട്ട വാണിംഗ് തരുന്ന പ്രഡിക്റ്റീവ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. It is sound like CP, but that is the power of predictive maintenance, predictive management അല്ലെ. predictive maintenance എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. അതായത് ആ ഒരു സിഗ്നൽ അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് കൃത്യമായിട്ട് തന്നെ അത് ഇൻഫോം ചെയ്യും. സോ അതനുസരിച്ചിട്ട് നമുക്ക് മുൻകരുതലുകൾ എടുക്കാനായിട്ട് സാധിക്കും. അതായത് അതനുസരിച്ചിട്ട് നമുക്ക് റിക്വയർമെന്റ് കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കും എന്നതാണ്. In the simplest terms, predictive maintenance is a precautionary maintenance strategy ideal for a high risk assets. അതായത് ഹൈ റിസ്ക് ആയ അസറ്റ്സ്, അതായത് എക്സ്പെൻസീവ് ആയിട്ടുള്ള വലിയ അസറ്റ്സുകൾ പ്രധാനമായിട്ട് നമുക്ക് യൂസേജ് ഉള്ള ഇത്തരത്തിലുള്ള വസ്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെ എക്യുപ്മെന്റ്സുകൾക്കൊക്കെ പ്രിഡിക്റ്റീവ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ്. It monitors the real time condition of equipment, so methods like vibration analysis and alerts maintenance when there is a potential problem. നമുക്കറിയാം പെട്ടെന്നുള്ള ആ ഒരു പ്രോബ്ലംസുകളൊക്കെ അലാം വഴിയോ അല്ലെങ്കിൽ വൈബ്രേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് നേരത്തെ കൂട്ടി പ്രൊഡക്റ്റീവ് ആയിട്ട് മെയിൻ്റെനൻസ് കാര്യങ്ങൾ അറിയാത്തക്ക വിധത്തിലുള്ള ടെക്നോളജി അവലംബിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. By doing so, they have the required information to make a timely interventions. അല്ലെ നമുക്കറിയാം കറക്റ്റ് സമയത്ത് തന്നെ ഈ ഒരു ആവശ്യം അനുസരിച്ചിട്ട് തന്നെ നടപടികൾ സ്വീകരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ ഫസ്റ്റ് ഈ ഒരു മെയിൻ്റെനൻസ് കാര്യങ്ങൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ റിയാക്റ്റീവ് മെയിൻ്റെനൻസ് മാനേജ്മെന്റ് മെഷർ അല്ലെ. റിയാക്റ്റീവ് മെയിൻ്റെനൻസ് മാനേജ്മെന്റ് മെഷർ എന്ന് പറയുമ്പോൾ അതിന് പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? പ്രഡിക്റ്റീവ് മെയിൻ്റെനൻസ്. പ്രഡിക്റ്റീവ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് എന്താണ്? വൈബ്രേഷൻ അനാലിസിസ് അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു സൗണ്ട് അല്ലെ സൗണ്ട് സിസ്റ്റം യൂസ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സിൽ അത് കൃത്യമായിട്ടുള്ള മുൻകൂട്ടിയുള്ള ഇൻഫോർമേഷൻസ് നൽകുന്ന ഒരു സംവിധാനമാണ്. ക്ലിയർ ആണോ? അപ്പൊ ചോദ്യങ്ങൾ ചിലപ്പോ ആണെങ്കിൽ ഫസ്റ്റ് പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ അല്ലെ ഫസ്റ്റ് ആദ്യത്തെ തന്നെ മോസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്താണെന്നുള്ളതിൽ മനസ്സിലാക്കി വെക്കുക. അപ്ലൈ റിയാക്റ്റീവ് മെയിൻ്റെനൻസ് മാനേജ്മെന്റ് മെഷർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള കോംപ്ലക്സ് സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുന്ന നടപടി. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ അല്ലെ എങ്ങനെയാണ് ഇത് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് ചോദ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാക്കി വെക്കുക. വൈബ്രേഷൻ അല്ലെങ്കിൽ അലാം സൗണ്ടുകളൊക്കെ വെച്ചിട്ടാണ് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ പ്രഡിക്റ്റീവ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും മനസ്സിലാക്കി വെക്കുക. പ്രഡിക്റ്റീവ് മെയിൻ്റെനൻസ് ഈസ് precautionary maintenance strategy ideal for high risk assets. Then it monitors the real time conditions of equipment. Okay, like yeah. Nice. Okay, no. നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. സെക്കൻഡ് വൺ നോക്കാം. ഡിജിറ്റലൈസ് ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് അസറ്റ് ട്രാക്കിംഗ്. ഓക്കെ, നമ്മള് അസറ്റിന്റെ കാര്യങ്ങളൊക്കെ ആ ഒഴുക്ക് അല്ലെങ്കിൽ എത്രത്തോളം സ്റ്റോക്ക് അതിന്റെയൊക്കെ മാനേജ്മെന്റ് കാര്യങ്ങളാണ്. അത് ഡിജിറ്റലൈസ് ചെയ്ത് പോവാന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതായത് നമുക്കൊരു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ എവിടെയെങ്കിലൊക്കെ കുറവുകൾ ഷോർട്ടേജുകൾ ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ നമുക്കറിയാം എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ എല്ലാ പേഷ്യൻസിനും അവൈലബിൾ ആകണം അല്ലെ. അപ്പൊ അവിടെ ഷോർട്ടേജുകളൊന്നും വരാനായിട്ട് പാടില്ല. തീർച്ചയായിട്ടും അതും മനസ്സിലാക്കി പോകേണ്ടതാണ്.
logistical problems, supply chain bottlenecks, missing gadget and unavailable spare parts are troubles issues in hospitals. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമുക്കറിയാം വിതരണ കാര്യങ്ങൾ അല്ലെ കൃത്യമായിട്ട് തന്നെ നമുക്കറിയാം എല്ലാം വിതരണത്തോടുകൂടി എല്ലാം സപ്ലൈ ചെയിൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ പോകണം. ഒരിക്കലും ഒരു തടസ്സം ഒന്നിനും വരാൻ പാടില്ല അല്ലെ. നമുക്ക് പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പേഷ്യൻസിനെ റൂമിൽ അവൈലബിൾ ആക്കി അല്ലെ അവർക്ക് അഡ്മിഷനൊക്കെ അവൈലബിൾ ആക്കുമ്പോഴൊക്കെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഫെസിലിറ്റീസ് എല്ലാം തന്നെ പ്രദാനം ചെയ്യണം. അവിടെ ഒരിക്കലും ഒരു കാര്യത്തിലും ട്രബിളുകൾ വരാനായിട്ട് പാടുള്ളതല്ല അല്ലെ. Your team can control problems by doing the following. So ഇത്തരത്തിലുള്ള പ്രോബ്ലംസുകൾ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഏത് രീതിയിലാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിജിറ്റലൈസ് the spare parts inventory management with the capable CMMS or other inventory management software to prevent stock out the wasteful excessive storage. Okay. ഇവിടെ CMMS-നെ കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കാം. കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഇവിടെ കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോ അത് സ്കോപ്പ് ഓഫ് മെയിൻ്റനൻസ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കുക കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് നമ്മൾ ഈ പറയുന്ന CMMS എന്ന് പറയുന്നത്. അപ്പൊ അതില് കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തില് അല്ലെ അതില് ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാ സ്റ്റോക്കുകളൊക്കെ അതിൽ ഉൾപ്പെടുത്തുക. ആ രീതി ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടേജുകളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പരിഹരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എല്ലാം അല്ലെ എവിടെയെങ്കിലൊക്കെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും ഇയർ പഴക്കമുള്ളതൊക്കെ ആണെങ്കിൽ അതനുസരിച്ചിട്ടൊക്കെ ഭേദഗതികളൊക്കെ വരുത്താനായിട്ട് ആ ഒരു CMMS സോഫ്റ്റ്വെയറിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഡിജിറ്റലൈസ്ഡ് സ്പെയർ പാർട്സ് ഇൻവെന്ററി മാനേജ്മെന്റ് ഇൻ കേസ് ഒരു എക്യുപ്മെന്റ് ആണെങ്കിൽ നമുക്കറിയാം അത് നിർമ്മിക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള അസ്വസ്ഥ വസ്തുക്കൾ അവിടെ ആവശ്യമാണ് അല്ലെ. അപ്പൊ അത് ചിലപ്പോൾ അവൈലബിൾ അല്ല എങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്താലേ അത് കൊണ്ടുപോകാനായിട്ട് റിപ്പയർമെന്റ് കാര്യങ്ങളൊക്കെ നടപ്പാക്കാനായിട്ട് സാധിക്കാതെ വരും. അപ്പൊ പുതിയ തരത്തിലുള്ള എക്യുപ്മെന്റ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇതെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ CMMS സോഫ്റ്റ്വെയർ വഴി നമ്മൾ ഇതെല്ലാം ഇൻവെന്ററി മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ അല്ലെ അതിനോട് ബന്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. Then create an exhaustive asset register and deploy tool tracking software to discourage theft, carelessness, then and prevent duplicate purchasing. Okay. So ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടാവുന്ന പ്രത്യേകത എന്താണ്? ഒന്നും നഷ്ടപ്പെടില്ല അല്ലെ, ഒന്നും കളവ് ചതികളൊന്നും വരുത്താനായിട്ട് സാധിക്കില്ല. കാരണം കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെയുണ്ട്. ഒരിക്കലും അശ്രദ്ധ മൂലം ഒന്നും കെയർലെസ് ആയിട്ട് ഒന്നും കാണിക്കാനായിട്ട് അല്ലെ കൃത്യമായിട്ടൊന്നും അല്ലെ അവിടെ എന്തെങ്കിലും മിസ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്നു. പ്രിവെന്റ് ഡ്യൂപ്ലിക്കേറ്റ് പർച്ചേസിങ് നമുക്ക് ഉള്ള അവൈലബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ് സംഭവങ്ങൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അധികമായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരില്ല. നമുക്ക് എടുത്ത് നോക്കുമ്പോൾ കൃത്യമായിട്ട് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ലിസ്റ്റിൽ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ അഡീഷണൽ ആയിട്ടൊന്നും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടൊന്നും നമുക്ക് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യകതയൊന്നും അതുകൊണ്ട് വരുന്നില്ല. സോ സെക്കൻഡ് നടപടി എന്ന് പറയുന്നത് അല്ലെ ഇവിടെ ഇത്തരത്തിലുള്ള ആ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കുള്ള നടപടി എന്ന് പറയുന്നത് ഡിജിറ്റലൈസ് ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് അസറ്റ് ട്രാക്കിംഗ്. എങ്ങനെയാണ് ആ ഡിജിറ്റലൈസേഷൻ നടത്തുക എന്നുള്ളത് മനസ്സിലായി. അതായത് CMMS എന്ന സോഫ്റ്റ്വെയർ യൂട്ടിലൈസ് ചെയ്തിട്ട് അത്തരത്തിലുള്ള ഇൻവെന്ററി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, എന്തൊക്കെ ഇഷ്യൂസുകളൊക്കെ ഹോസ്പിറ്റലിൽ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതും മനസ്സിലാക്കി വയ്ക്കുക. ലോജിസ്റ്റിക്കൽ പ്രോബ്ലംസ് അല്ലെ കൃത്യമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമൊന്നും കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് എത്തിച്ചേരണമെന്നില്ല. സപ്ലൈ ചെയിൻ ബോട്ടിൽനെക്സ് അല്ലെ അവിടെ നമ്മൾ ചെയിൻ ബൈ ആയിട്ടായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ ലഭ്യമാകുന്നത്. അവിടെ ഏതെങ്കിലുമൊക്കെ മിസ്സിംഗ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. മിസ്സിംഗ് ഗാഡ്ജറ്റ്സ് അല്ലെ അവിടെ അതായത് ചില ചെറിയ എക്യുപ്മെന്റ്സുകളൊക്കെ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അവൈലബിൾ സ്പെയർ പാർട്സ്
നമ്മൾ ഉദ്ദേശിക്കുന്ന എക്യുപ്മെന്റ്സിന്റെ സ്പെയർ പാർട്സുകളൊക്കെ ചിലപ്പോൾ ലഭ്യമാകാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ലഭിക്കാതെ വരുന്നു, അല്ലെങ്കിൽ റിക്വയർമെന്റ് കാര്യങ്ങൾക്ക് അതൊന്നും അവൈലബിൾ ആകാതെ വരുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസും ഹോസ്പിറ്റലിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഹോസ്പിറ്റലിലെ വിവിധങ്ങളായ എക്യുപ്മെന്റ്സുകളൊക്കെ അല്ലെ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. ഓരോ പേഷ്യൻസിനും അവരുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കൊക്കെ വേണ്ടിയിട്ട് വ്യത്യസ്തങ്ങളായ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നു. അതെല്ലാം തന്നെ പേഷ്യൻസിന് കറക്റ്റ് ആയിട്ടുള്ള സമയത്തൊക്കെ യൂട്ടിലൈസ് ചെയ്യേണ്ടതാണ്. സോ ഇതെല്ലാം തന്നെ വേണമെങ്കിൽ അല്ലെ കൃത്യമായിട്ട് അവൈലബിൾ ആക്കണമെങ്കിൽ നമുക്കറിയാം CMMS സോഫ്റ്റ്വെയർ വഴി ബന്ധിപ്പിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം യാതൊന്നും അല്ലെ ഒരു തെഫ്റ്റോ കെയർലെസ്സസിനോ അതായത് പ്രിവെന്റ് ഡ്യൂപ്ലിക്കേറ്റ് പർച്ചേസിംഗൊന്നും അത് വഴിവെക്കില്ല എന്നുള്ളതാണ് എടുത്ത് പറയുന്നത്. ചെയ്യണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. എന്താണ് CMMS എന്നുള്ളത് നോട്ട് ചെയ്യുക. താഴേക്ക് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. അല്ലേ? ണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ചെയ്യണോ? നമ്മള് സമ്മതിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. CMMS-നെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ ഡീപ്പായിട്ട് നെക്സ്റ്റ് ഇതിൽ പറയുന്നുണ്ട്. സോ അതുകൊണ്ടാണ് അതിനെ കുറിച്ചിട്ട് ഫുൾ ഫോം ആണ് ചോദിക്കുന്നത്. അത് താഴേക്ക് തന്നെ നോക്കുക. അവിടെയുണ്ട് കമ്പ്യൂട്ടറൈസ്ഡ്. ഞാൻ അതുകൊണ്ടാണ് അത് എടുത്ത് കാണിക്കുന്നത്, നിങ്ങൾക്ക് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട്. കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. ഈ ഒരു CMMS-ല് ലിങ്ക് ചെയ്യുകയും എല്ലാ എക്യുപ്മെന്റ്സ് ഒക്കെ ലിങ്ക് ചെയ്യുകയും കൃത്യമായിട്ട് നമുക്കറിയാം അസറ്റ്സിന്റെ ഒക്കെ രജിസ്റ്റർ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുമ്പോൾ എത്രത്തോളം അല്ലെ മിസ്യൂസ് കറക്റ്റ് ആയിട്ട് ഉണ്ടോ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകം രജിസ്റ്റർ ഒന്നും അതിനു വേണ്ടി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ വരുന്നില്ല അല്ലെ. അപ്പോ കമ്പ്യൂട്ടറിൽ തന്നെ നമുക്ക് നോക്കിയിട്ട് അത് കൃത്യമായിട്ട് തന്നെ എത്രത്തോളം സ്റ്റോക്ക് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടൊന്നും പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരില്ല. ഉള്ള സ്റ്റോക്കിൽ നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് പോയി ഒന്ന് ഇൻസ്പെക്ഷൻ ഒക്കെ നടത്താം. ഉള്ളതൊക്കെ ഉണ്ടോ അല്ലെ, ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു എണ്ണം അനുസരിച്ചിട്ട് തന്നെ സ്റ്റോക്ക് ഒക്കെ അവിടെ അവൈലബിൾ ആണോ. അപ്പൊ നമുക്കറിയാം അളവ് കാര്യങ്ങളൊന്നും അവിടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അതൊക്കെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ കിട്ടിയോ? CMMS. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് തന്നെ പോകാം. എന്താണ് നെക്സ്റ്റ് പറയുന്നത്? പ്രയോറിറ്റൈസ് അസറ്റ്സ് വിത്ത് ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ പേഷ്യന്റ് വെൽബീയിങ്. ഓക്കെ, അതായത് ചിലപ്പോഴൊക്കെ നമുക്കറിയാം എല്ലാ ഹോസ്പിറ്റലിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം എപ്പോഴും മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ബിൽഡിംഗ് മെയിൻ്റനൻസ് ആയിരിക്കും, ചിലപ്പോൾ എക്യുപ്മെന്റ് മെയിൻ്റനൻസ് ആയിരിക്കും അല്ലെ, ഇലക്ട്രിക് വർക്ക് മെയിൻ്റനൻസ് ആയിരിക്കും. അങ്ങനെ ഒരുപാട് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. പക്ഷെ ചില കാര്യങ്ങൾ അതിപ്രധാനപ്പെട്ട മെയിൻ്റനൻസ് നടത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ജീവൻ രക്ഷാ എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ പരിഹരിക്കേണ്ടതുണ്ടെങ്കിൽ എന്തായാലും പരിഹരിച്ചു പോകാം. കാരണം എന്തുകൊണ്ടാണ്, അതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവന് ഭീഷണിയാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. ഫ്രം വീൽ ചെയർ ടു ജനറേറ്റേഴ്സ് certainly all your assets and equipment are important. However, there needs to be a clear value hierarchy. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ വിൽചെയറൊക്കെ റിപ്പയർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ വിൽചെയറൊക്കെ റിപ്പയർ ചെയ്യണം, സ്ട്രക്ചർ റിപ്പയർ ചെയ്യണം, അങ്ങനെ എല്ലാ എക്യുപ്മെന്റ്സും റിപ്പയർ ചെയ്യേണ്ടതാണ്. പക്ഷെ എന്നിരുന്നാലും ചിലതാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ വാല്യൂ ചെയ്യണം അല്ലെ. ചിലതിന് മോസ്റ്റ് ആയിട്ട് നമ്മൾ മെയിൻ്റനൻസ് കാര്യങ്ങൾ ഫസ്റ്റ്ലി നമ്മൾ നടപ്പാക്കി തീർക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവാം.
It is only natural that more important asset like electric generators, life support machines, surgical laser machines, anesthesia machines, infant incubators, firefighting systems, etc. get more attention. അത്തരം കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ അറ്റൻഷൻ കൊടുക്കണം. പെട്ടെന്ന് ഇലക്ട്രിക് ജനറേറ്റർ ഒക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് അല്ലേ അർജന്റ് ആയിട്ട് അതിന് കംപ്ലൈന്റ് നമുക്ക് ഈ പറഞ്ഞ മാതിരി അലാം സെറ്റ് ചെയ്ത് ചെയ്യേണ്ട ചില കാര്യങ്ങൾ അനസ്തേഷ്യ മെഷീൻ അല്ലെ സർജിക്കൽ ലേസർ മെഷീൻസ് ഒക്കെ അലാം സെറ്റ് ചെയ്തുകൊണ്ട്, കാരണം ആ ഇൻഫോർമേഷൻസ് കിട്ടുന്ന മുറയ്ക്ക് തന്നെ നമുക്കറിയാം അവിടെ ആ ഒരു മെഷീൻസ് ഒക്കെ കംപ്ലൈന്റ് ഉടനെ പരിഹരിക്കേണ്ടതാണ്. കാരണം കുട്ടികൾക്കാണെങ്കിൽ ഇൻഫന്റ് ഇൻക്യുബേറ്റേഴ്സ് ഒക്കെ പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ആ ഒരു ടൈമിൽ അറ്റ് ടൈമിൽ തന്നെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഫെസിലിറ്റി അവരുടെ സൗകര്യങ്ങൾ അവൈലബിൾ ആക്കേണ്ടതാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കംപ്ലൈൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മോർ അറ്റൻഷനോട് കൂടി പരിഹരിച്ച് പോകേണ്ടതാണ്. That being said, the frequency of testing and inspections for each asset will ultimately depend on OEM. The recommendations, asset age and usage, operating conditions and compliance requirements. എന്താണ് OEM എന്ന് പറയുന്നത്? അതായത് ഒറിജിനൽ എക്യുപ്മെന്റ് മെയിൻ്റെനൻസ്. ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ഓക്കെ, ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ, നോക്കാം. അതായത് റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് അല്ലെ, OEM എന്ന് പറയുമ്പോൾ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചർ, അതായത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നവരുടെ റെക്കമെൻഡേഷൻ, അതാണ് അവിടെ പ്രധാനമായിട്ട് പറയുന്നത്. Being said, the frequency of testing and inspections for each asset will ultimately depend on OEM recommendations. അതായത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് അവരുടെ ഒരു ശുപാർശ ഉണ്ടാവും. ഇന്ന എക്യുപ്മെന്റ്സ് ഇന്ന ടൈമിലുള്ള നിങ്ങൾ അത് ഇത് ചെയ്യണം അല്ലെ, വേണമെങ്കിൽ അലാം സെറ്റ് ചെയ്യാം, ഇത്തരം ഡ്യൂറേഷനുള്ള അത് ക്ലിയർ ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ ചെറിയൊരു റിക്വയർമെന്റ്സ് വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. അതിനനുസരിച്ചിട്ട് ആ മാനുഫാക്ചേഴ്സ് എന്താണോ, അത് നിർമ്മാതാക്കൾ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ട് നമ്മൾ അതിനെ മാച്ച് ചെയ്യേണ്ടതാണ്. അസറ്റ് ഏജ് ആൻഡ് യൂസേജ് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് ആൻഡ് കംപ്ലൈൻസ് റിക്വയർമെന്റ്സ്. നമുക്കറിയാം ഏതൊരു എക്യുപ്മെന്റ്സ് ആണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ആവശ്യകത അനുസരിച്ചിട്ടുള്ള അല്ലയോ യൂസേജ് ഉണ്ട്, ആ അസറ്റിന് അതിനനുസരിച്ചിട്ടുള്ള ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് ഉണ്ട്, ഒരു സമയപരിധിയൊക്കെ ഉണ്ട് അല്ലെ. ആ സമയപരിധിക്കുള്ളിൽ നമ്മൾ ചില കാര്യങ്ങൾ ഒന്നും കൂടി എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഓയിലോ അല്ലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടതുണ്ടാവും. സോ അതനുസരിച്ചിട്ട് അല്ലെ, നമ്മളിപ്പോ ജനറേറ്റർ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഇൻവെർട്ടർ ആണെങ്കിലും എന്താണെങ്കിലും നമുക്കറിയാം നിശ്ചിത സമയം കഴിയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചിലപ്പോ ഓയിലോ അല്ലെങ്കിൽ വെള്ളമോ അല്ലെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അതിന് ലഭ്യമാക്കേണ്ടതുണ്ടാവാം. സോ അതെല്ലാം കൃത്യമായിട്ട് തന്നെ മാനുഫാക്ചർ എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടതുണ്ട്. സോ അതുകൊണ്ടാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് OEM റെക്കമെൻഡേഷൻസ്. OEM റെക്കമെൻഡേഷൻ ഒക്കെയാണോ? ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചർ. ക്ലിയർ അല്ലേ? ണോ? നോട്ട് ചെയ്തോ? ചെറിയ അബ്രിവേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് അബ്രിവേഷൻ എന്ത് കണ്ടാലും നമ്മളൊന്ന് നോട്ട് ചെയ്യണം അല്ലെ, കാരണം ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെന്നെങ്കിലും ഒക്കെ വന്ന് കാണാറുണ്ട്. സോ
അതുകൊണ്ട് തന്നെ ഇവിടെ മെയിൻ്റെനൻസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു ഡൗട്ട് നോക്കിയത് മാനുഫാക്ചർ, അതായത് നിർമ്മാതാക്കൾ എന്താണോ റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. Then next നോക്കുക, here is a great guide on the prioritization of a medical equipment and its management through its life cycle for those interested in learning more. അതായത് ഇവിടെ ഗ്രേറ്റ് ഗൈഡ് അല്ലെ, നമ്മുടെ മുൻഗണനാ ക്രമത്തിൽ ഉള്ള മെഡിക്കൽ എക്യുപ്മെന്റ് നമ്മൾ കണ്ടായിരുന്നു, വീൽ ചെയർ കണ്ടായിരുന്നു, അതേപോലെ തന്നെ സർജിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ കണ്ടായിരുന്നു. അപ്പൊ പ്രയോറിറ്റൈസ് ഏതിനാണോ കൊടുക്കുന്നത് അല്ലെ, ഏറ്റവും മുൻഗണന ഏത് എക്യുപ്മെന്റിനാണോ അത് നമുക്ക് മോസ്റ്റ്ലി പരിഹരിച്ചു പോകേണ്ടതാണ്. ആൻഡ് ഇത് മാനേജ്മെന്റ് ത്രൂ ഇറ്റ്സ് ലൈഫ് സൈക്കിൾ ഫോർ ദോസ് ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് മോർ. അതേപോലെ തന്നെ നമുക്കറിയാം മാനുഫാക്ചർ പറയുന്ന അനുസരിച്ചിട്ട് ഓരോ എക്യുപ്മെന്റിനുള്ള ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ അതിൽ എടുക്കേണ്ട മുൻകരുതലുകളെല്ലാം കൃത്യമായിട്ട് തന്നെ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചിട്ടുള്ള നടപടികളൊക്കെ കൈകാര്യം ചെയ്ത് പോകേണ്ടതും ആവശ്യമാണ്. So prioritize assets with a direct impact on a patient well-being. Okay, പേഷ്യന്റിന് നല്ലൊരു അല്ലെ ചികിത്സാ കാര്യങ്ങളൊക്കെ ലഭ്യമാക്കണമെങ്കിൽ മുൻഗണന കൊടുക്കേണ്ട എക്യുപ്മെന്റ്സുകൾക്കൊക്കെ മുൻഗണന കൊടുത്ത് തന്നെ റിപ്പയർമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കേണ്ടതാണ്. ക്ലിയർ അല്ലേ? നമ്മൾ 3 പോയിന്റ്സ് ആണ് പഠിച്ചത്. ഫസ്റ്റ്ലി നമ്മൾ പറഞ്ഞു പ്രൊയാക്റ്റീവ് മെയിൻ്റെനൻസ് മാനേജ്മെന്റ് മെഷർ പറഞ്ഞു. അതായത് പ്രഡിക്റ്റീവ് ചെയ്യാൻ പറ്റുന്ന വൈബ്രേഷനും സൗണ്ട് സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. വലിയ എക്യുപ്മെന്റ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് അല്ലെ കേട് വരുന്ന തക്ക വിധത്തിൽ അത്രയും നീണ്ട കാലത്തേക്ക് വെയിറ്റ് ചെയ്യാതെ ചെറിയ ചെറിയ കംപ്ലൈന്റിൽ തന്നെ കംപ്ലൈൻസുകളൊക്കെ മനസ്സിലാക്കിയിട്ട് പരിഹരിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളത്. സെക്കൻഡ് വൺ ഡിജിറ്റലൈസ് ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് അസറ്റ് ട്രാക്കിംഗ്. കൃത്യമായിട്ട് തന്നെ അസറ്റുകളൊക്കെ കൈകാര്യം ചെയ്ത് പോകണമെങ്കിൽ എന്താണ് CMMS സോഫ്റ്റ്വെയർ വഴി നമ്മൾ ഈ അസറ്റ്സുകളൊക്കെ ലിങ്ക് ചെയ്യണം. അതനുസരിച്ചിട്ട് നോക്കുമ്പോൾ തഫ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ അസറ്റ്സുകൾക്ക് അല്ലെ കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് പോകാനായിട്ട് സാധിക്കും. നമുക്ക് ഷോർട്ടേജ് വരില്ല, അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് പർച്ചേസിംഗ് ഒന്നും വരാതെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നു. Then third one, prioritize asset with a direct impact patient well-being. അതായത് നമുക്ക് മുൻഗണന ഉള്ള മെഷീനുകൾ ആദ്യം റിപ്പയറുകളൊക്കെ ചെയ്ത് പോകേണ്ടതാണ്. ഒപ്പം തന്നെ നമ്മുടെ അല്ലെ ആ ഒരു എക്യുപ്മെന്റ്സ് കാര്യങ്ങളിലൊക്കെ എത്രത്തോളം കാലാവധി ഉണ്ടോ അതിനനുസരിച്ചിട്ടുള്ള മുൻകരുതലുകൾ എടുക്കണം. ചിലപ്പോൾ മാനുഫാക്ചേഴ്സ് എന്താണ് റെക്കമെൻഡ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടുള്ള നടപടിക്രിയകളൊക്കെ ചെയ്തു പോകേണ്ടതാണ്. എങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ ആ എക്യുപ്മെന്റിനെ കൈകാര്യം ചെയ്തു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ലൈഫ് സൈക്കിളിൽ അല്ലെ പ്രധാനമായിട്ടും എന്താണ് പേഷ്യൻസിന് ഏറ്റവും അർജന്റ് ആയിട്ട് ആവശ്യമുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ആദ്യം റിപ്പയർ ചെയ്ത് നിലനിർത്തേണ്ടതാണ്. ഓക്കെ അല്ലേ? ണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. Conduct regular in-house audits and assessments. CMMS ഒക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തേണ്ട. അത് എന്തായാലും ലാസ്റ്റ് ടൈമിൽ പഠിക്കുന്നുണ്ട്, നെക്സ്റ്റ് ടൈമിലൊക്കെ. ഓക്കെ, അപ്പോ വീണ്ടും അത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഇൻ കേസ് ഏതിനാണ് കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടതെന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പ്രയോറിറ്റൈസ് അസറ്റ്സിനാണ് കൂടുതൽ അറ്റൻഷൻ കൊടുക്കണേ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കണ്ടക്ട് റെഗുലർ ഇൻ ഹൗസ് ഓഡിറ്റ്സ് ആൻഡ് അസസ്മെന്റ്. അല്ലെ, അവിടെ പതിവായിട്ടുള്ള ഒരു ഓഡിറ്റും അസസ്മെന്റ് വിലയിരുത്തലൊക്കെ നടത്തി പോകണം എന്നുള്ളതാണ് പറയുന്നത്. എൻകറേജ് ദ പ്രാക്ടീസ് ഓഫ് റെഗുലർ ഇൻ ഹൗസ് ഓഡിറ്റ്സ് ആൻഡ് അസസ്മെന്റ് ഓഫ് യുവർ ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് പെർഫോമൻസ്. ദിസ് വിൽ ഹാവ് മെനി ബെനിഫിറ്റ്സ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം. അപ്പൊ അല്ലെ പതിവായിട്ട് തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ വീക്കിലി ഒക്കെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓഡിറ്റ് ചെയ്ത് അല്ലെ അവിടെ വിശകലനം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വിലയിരുത്തുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് തലവന്മാർക്കും അതാത് ഡിപ്പാർട്ട്മെന്റിന്റേതായിട്ടുള്ള ചുമതലകളൊക്കെ ഏൽപ്പിക്കും. അവര് അല്ലെ ഓരോ ഇതുകളിലൊക്കെ കൃത്യമായിട്ട് തന്നെ വാച്ച് ചെയ്ത് അല്ലെങ്കിൽ അവര് സൂപ്പർവൈസേഴ്സിനൊക്കെ ഏൽപ്പിച്ചിട്ട് ചുമതലപ്പെടുത്തിയിട്ട് എവിടെയെങ്കിലൊക്കെ അറ്റകുറ്റപ്പണികൾ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻസുകൾ ഉണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കാനൊക്കെ ആയിട്ടുള്ള ഓർഡറുകൾ കൊടുക്കുന്നു. സോ അങ്ങനെ വരുമ്പോഴെന്താണ് പ്രത്യേകത നമുക്കറിയാം. അവിടെ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ഫസ്റ്റ് ഇത് പറയുന്നത് റിയാക്റ്റീവ് മെയിൻ്റെനൻസ് വർക്ക് കൾച്ചർ അല്ലെ.
അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു പ്രൊയാക്റ്റീവ് ആയിട്ട് ഒരു സജീവമായ മെയിൻ്റനൻസ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അല്ലെ. എവിടെയെങ്കിലും നമുക്കറിയാം ഡെയിലി അല്ലെങ്കിൽ വീക്കിലി ഒക്കെ ഓഡിറ്റ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ പരിഹരിച്ചു പോകാനായിട്ട് സാധിക്കും. meet and exceed the expectation of external auditor. ഭയങ്കര നമുക്കറിയാം എക്സ്റ്റേണൽ ഓഡിറ്ററിനെ വെച്ചിട്ട് നമുക്ക് ഇത് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാം. അപ്പൊ അവരെന്താണോ പ്രതീക്ഷിക്കുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. കീപ് ട്രാക്ക് ഓഫ് പെർഫോമൻസ് മെഷർമെന്റ്. ഓക്കെ, നമുക്കറിയാം ആ ഒരു ട്രാക്ക് കിട്ടും അല്ലെ. പുറത്തുനിന്നൊക്കെ ഒരു ഓഡിറ്ററിനെ വയ്ക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾക്കുണ്ട്, ഇന്ന മെഷീനുകളുണ്ട്, ഇന്ന സ്റ്റോക്കുമുണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഒരു പെർഫോമൻസ് മെഷർമെന്റ് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. They provide reliable data for audits and dispute, especially when everything is recorded inside a CMMS. Okay, നമുക്കറിയാം ഒരു വിശ്വാസമായിട്ടുള്ള ഓഡിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നടപ്പാക്കാനായിട്ട് സാധിക്കും അല്ലെ. കൃത്യമായിട്ട് തന്നെ എന്താണ് അതിന്റെ ഡാറ്റാസുകളൊക്കെ കൃത്യമായിട്ട് തന്നെ CMMS സോഫ്റ്റ്വെയർ വഴി റെക്കോർഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് തന്നെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള റിലയബിലിറ്റി അല്ലെ, ഒരു വിശ്വാസയോഗ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ലഭ്യമാകാനായിട്ട് സാധിക്കുന്നു. സോ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകാനായിട്ട് സഹായിക്കുന്നു. സോ റെഗുലർ ആയിട്ടുള്ള ഒരു ഓഡിറ്റ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെ ഒരു കൃത്യമായിട്ട് സജീവമായ രീതിയിൽ തന്നെ മെയിൻ്റനൻസ്. അപ്പൊ എവിടെയും ഒരു തർക്കങ്ങളൊന്നും ഇല്ലാതെ അല്ലെ, പേഷ്യൻസിന് സൗകര്യങ്ങളിലോ ഒരു അല്ലെ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളൊന്നും ഇല്ലാത്ത തരത്തില് നല്ല സജീവമായിട്ടുള്ള സേവനത്തോട് കൂടിയിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നു. കാരണം എന്താണ്, അവിടെ പതിവായിട്ടാണ് ഇതെല്ലാം ഓഡിറ്റ് ചെയ്ത് പരിഹരിച്ചു പോകുന്നത്. ഓക്കെയാണോ? ജസ്റ്റ് വായിച്ച് നോക്കാം. അല്ലേ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അയച്ചു നോക്കണോ? നോക്കിയോ? ക്ലിയർ അല്ലേ? ഏതെങ്കിലും പോയിന്റ് പറയുന്നതുണ്ടോ? ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്. അതിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് അല്ലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിക്കാം. മെയിൻ്റനൻസ് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് പോയിന്റ് വൈസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ ഓർമ്മയിൽ കീപ്പ് ചെയ്യാം. ഓക്കെ, വീണ്ടും റിവൈസ് ചെയ്യേണ്ടതുണ്ടോ? ഹെഡിങ്സ് ഓർത്ത് വയ്ക്കുക. അപ്ലൈ പ്രൊയാക്റ്റീവ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് മെഷർ. Then second one പറയുന്നത് digitalize inventory management and asset tracking.
ഡിജിറ്റലൈസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ദെൻ പ്രയോറിറ്റൈസ് അസറ്റ് വിത്ത് ഡയറക്റ്റ് ഇമ്പാക്ട് ആണ് പേഷ്യന്റ് വെൽബീയിങ്. ഓക്കെ. Then fourth point, conduct regular in a house audit and assessment. Okay. ഇത്തരത്തിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിന് ഓരോ പോയിന്റ് വൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട് അല്ലെ. ഇതിൽ ഏതൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി വെക്കുക. എത്ര ബെനിഫിറ്റ്സ് ആണ് അതിലുള്ളത്? 4 ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് ക്രിയേറ്റ് എ പ്രൊആക്റ്റീവ് മെയിൻ്റെനൻസ് വർക്ക് കൾച്ചർ, നമുക്ക് അല്ലെ സജീവമായിട്ടുള്ള ഒരു മെയിൻ്റെനൻസ് വർക്ക് കൾച്ചർ നേടിയെടുക്കാൻ സാധിക്കുന്നു അല്ലെ. കൃത്യമായിട്ട് നമുക്ക് ഓഡിറ്റ് നടത്തുന്നത് കൊണ്ട് തന്നെ അറ്റകുറ്റപ്പണികൾ പതിവായിട്ട് തന്നെ പരിഹരിച്ചു പോകാനായിട്ട് സാധിക്കുന്നു. Then meet and exceed the expectations of external auditor അല്ലെ. ഒരു ബാഹ്യ ഓഡിറ്ററിനെ ചുമതലപ്പെടുത്തിയിട്ടാണ് ഇത് നിർവഹിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് എന്താണ് പ്രതീക്ഷകൾ നിറവേറ്റുകയും മറികടക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത്രയും എക്യുപ്മെന്റ്സും അല്ലെ ഇത്രയും ഹ്യൂമൻ റിസോഴ്സസ് ഒക്കെ വെച്ചിട്ട് അവിടെ വർക്കുകളൊക്കെ നന്നായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുന്നു. മീറ്റ് ആൻഡ് എക്സീഡ് ദ എക്സ്പെക്ടേഷൻസ് അല്ലെ. നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും. എക്സ്റ്റേണൽ ഓഡിറ്ററിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ് അത് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഈ എക്യുപ്മെന്റ്സ് വെച്ചുകൊണ്ട് ഇന്ന കാര്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നുണ്ടോ, അത് അല്ലെങ്കിൽ എക്സ്പെക്ടേഷനേക്കാൾ കൂടുതൽ അധികമായിട്ട് നമുക്ക് ആ എക്യുപ്മെന്റ്സ് കൊണ്ടൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. Then keep track of performance measurement അല്ലെ. അത് നമുക്ക് കൃത്യമായിട്ട് ഒരു പ്രകടന അളവ് പോലെ മെഷർ ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, ഇന്ന മെഷീൻസ് ഒക്കെ അല്ലെങ്കിൽ ഇന്ന എക്യുപ്മെന്റ്സ് ഇത്രയും സ്റ്റോക്കുകളൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ അല്ലെ ഇത്രയും പേഷ്യൻസിന്റെ പ്രോബ്ലംസുകളൊക്കെ പരിഹരിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെയൊക്കെ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങളൊക്കെ നടന്നു പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു കീപ്പ് ട്രാക്ക് അല്ലെ, ഒരു കൃത്യമായിട്ടുള്ള ഒരു ട്രാക്ക് നമുക്ക് പെർഫോമൻസ് പ്രകടന കാര്യങ്ങൾ മെഷർ ചെയ്യാൻ സാധിക്കുന്നു. അതായത് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെ. നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് എങ്കിലൊക്കെ നമ്മൾ പ്രതീക്ഷയൊക്കെ കൂടുതൽ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു പെർഫോമൻസിനെ വിലയിരുത്തിയിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ അടുത്ത കാര്യങ്ങളിൽ അല്ലെ അടുത്ത ഇപ്പൊ ഇൻ കേസ് നെക്സ്റ്റ് ടൈമുകളിലും ഈ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും. Then fourth പോയിന്റിൽ പറയുന്നത് പ്രൊവൈഡ് റിലയബിൾ ഡാറ്റ ഫോർ ഓഡിറ്റ്സ് ആൻഡ് ഡിസ്പ്യൂട്ട്സ് അല്ലെ. അതായത് പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു നല്ല രീതിയിൽ വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു ഡാറ്റകൾ നമുക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം നമുക്കറിയാം എസ്പെഷ്യലി വെൻ എവറിത്തിങ് ഈസ് റെക്കോർഡഡ് ഇൻസൈഡ് CMMS. കാരണം CMMS വഴി ആ സോഫ്റ്റ്വെയർ വഴിയൊക്കെയാണ് നമ്മളിത് കൈകാര്യം ചെയ്ത് പോകണമെങ്കിൽ എല്ലാ കാര്യങ്ങളും അതില് ആ സോഫ്റ്റ്വെയറിൽ ഇൻക്ലൂഡഡ് ആണ്. സോ റിസൾട്ടുകളും നമുക്കറിയാം അതുവഴിയുള്ളതാണ്. അപ്പൊ ഒരിക്കലും മിസ്റ്റേക്കുകൾ വരാനായിട്ടുള്ള ഒരു ആക്യുറസിയോട് കൂടിയിട്ടുള്ള റിസൾട്ടുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമുക്ക് വിശ്വാസ്യമായിട്ടുള്ള ഡാറ്റകൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതിനുള്ളതാണ്. ഓക്കെ, ഓക്കെയാണോ? വായിക്കാണ്ട് പഠിക്കണ്ട എങ്കിലും മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒരു ഓഡിറ്ററിനെ വെച്ച് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓഡിറ്റ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതയാണ് അല്ലെ. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടൊന്നും പോകില്ല. സമയാസമയങ്ങൾ നമുക്ക് പരിഹരിച്ചൊക്കെ പോകാനായിട്ട് സാധിക്കുന്നു. അടുത്തൊരു പോയിന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സമയം ഇതൊരു വലിയൊരു ഇതാണ്, ഒരു ചെയിൻ ഓഫ് അല്ലെ ഒരു സംഭവമാണ്. നമുക്ക് എന്താണെങ്കിലും ജസ്റ്റ് ഒന്ന് പറയാം അതിൻ്റെ ഇത്. ഇംപ്ലിമെന്റ് കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. ഇവിടെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റനൻസ് സോഫ്റ്റ്വെയർ നടപ്പാക്കുന്ന കാര്യത്തിനെ കുറിച്ചിട്ട് പറയുന്നത്. പക്ഷെ CMMS വഴിയുള്ള കാര്യങ്ങൾ തുടക്കം മുതൽ ഇവിടെ പക്ഷെ എടുത്ത് പറഞ്ഞിട്ടുമുണ്ട് അല്ലെ. എന്താണ് ഈ ഒരു CMMS അല്ലെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറയുന്നത്? You might be wondering, do I really need one more software solutions? Well, let's look at what maintenance management encompasses. അതായത് നമുക്ക് നല്ല ഈ സോഫ്റ്റ്വെയറിന്റെ ആവശ്യകതയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. അതായത് നമുക്കിത് കേട്ട് കഴിഞ്ഞാൽ അല്ലെ ഇത് സ്കോപ്പ് ഓഫ് മെയിൻ്റനൻസ് മാനേജ്മെന്റിന്റെ കാര്യം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് ഗുണമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ബഡ്ജറ്റ് മാനേജ്മെന്റ്, വർക്കിംഗ് പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ, അസറ്റ് മാനേജ്മെന്റ്, പീപ്പിൾ മാനേജ്മെന്റ്,
MR inventory and supplier management, then contractor management, അങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അല്ലെ ഏത് തലത്തിലാണെങ്കിലും കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. ഏത് മേഖല കൈകാര്യം ചെയ്യാനായിട്ട് ഒരു സോഫ്റ്റ്വെയറിന്റെ ഒരു സഹായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ആ സോഫ്റ്റ്വെയർ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലെ. ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് സാധിക്കുമെങ്കിൽ നമുക്കറിയാം ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അതിലെ ഡീറ്റെയിൽസുകൾ അല്ലെ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഡീറ്റെയിൽസുകളുടെ ബേസിൽ ഓരോ കാര്യങ്ങൾ നടപ്പാക്കി കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം, അല്ലെങ്കിൽ വീണ്ടും പറയേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് അടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? നമുക്ക് CMMS നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ക്ലിയർ ആണോ? ഉറപ്പായിട്ട് തോന്നുന്നുണ്ടോ? മെയിൻ്റനൻസ് ആണ്, കുഴപ്പമില്ല അല്ലെ? കുഴപ്പമില്ലാത്ത ചാപ്റ്റർ ആണല്ലോ. നമുക്ക് ഓർഗനൈസേഷൻ ബിഹേവിയർ ഒക്കെ കിടക്കുന്നുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സും സിസ്റ്റം മൊഡ്യൂളിൽ അല്ലെ, സിസ്റ്റം മൊഡ്യൂളിലൊക്കെ ടഫാണ്. ഓക്കെയാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നുമില്ല. ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? നമുക്ക് ടെസ്റ്റില് വരുന്നതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ അല്ലേ? ജസ്റ്റ് ഓക്കെ, നോട്ട് ചെയ്ത പോയിന്റ്സുകളൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് പഠിച്ചൊക്കെ നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ആണ്. ബൈ, താങ്ക് യു.